നമസ്കാരം. 58 പേർ കൊല്ലപ്പെടുകയും 231 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുടെ മുഖ്യപ്രതിയും അൽ ഉമ്മ എന്ന തീവ്രവാദ സംഘടനയുടെ തലവനുമായ ഭാഷയെ രക്തസാക്ഷിയാക്കുന്നുവെന്ന് ആരോപിച്ച് തമിഴ്നാട് BJP ഘടകം രംഗത്ത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഭാഷയുടെ ഖബറടക്കത്തിന് ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ആഘോഷപൂർവ്വമായ ശവസംസ്കാരത്തിന്റെ വീഡിയോകൾ വൈറലായിരുന്നു. ഇതോടെയാണ് തീവ്രവാദിയെ രക്തസാക്ഷിയാക്കുന്നുവെന്ന് പറഞ്ഞ് BJP രംഗത്തെത്തിയത്. 1998 ഫെബ്രുവരി 14 വൈകിട്ട് കോയമ്പത്തൂരിലെ RS പുരത്ത് BJP നേതാവ് LK അദ്വാനി പങ്കെടുക്കാനിരുന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയുടെ വേദിക്ക് സമീപത്തുണ്ടായ സ്ഫോടനം രാജ്യത്തെ നടുക്കിയിരുന്നു. സംഭവത്തിൽ ഭാഷ ഉൾപ്പെടെ 166 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 158 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു. ഭാഷ ഉൾപ്പെടെ 43 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. ഭാഷ സ്ഥാപിച്ച അൽ ഉമ്മ എന്ന സംഘടനയ്ക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ വർഷം ഏപ്രിൽ 18 താൽക്കാലികമായി പരോൾ നൽകിയത്. തുടർന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂരിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയതോടെ പരോൾ നീട്ടി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോയമ്പത്തൂരിലെ PSG ആശുപത്രിയിലായിരുന്നു അന്ത്യം. സൗത്ത് ഉക്കടത്ത് റോസ് ഗാർഡനിലെ ഭാഷയുടെ വസതിയിൽ നിന്ന് പുഷ്പ മാർക്കറ്റിലെ ഹൈദരാലി ടിപ്പു സുൽത്താൻ സുന്നത്ത് ജുമാഅത്ത് മസ്ജിദിലേക്ക് അന്തിമ കർമ്മങ്ങൾക്കായി മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആയിരങ്ങളായിരുന്നു തടിച്ചുകൂടിയത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ദ്രുതകർമ്മ സേനയിൽ നിന്നുള്ളവരടക്കം 1500 പോലീസുകാരെയാണ് വിന്യസിച്ചത്. ഭാഷയുടെ ശവഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ജനങ്ങളെ വൻതോതിൽ അനുവദിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മാത്രം പോലീസ് അനുവദിക്കണമായിരുന്നുവെന്ന് BJP തമിഴ്നാട് പ്രസിഡന്റ് K. അണ്ണാമലൈ പറഞ്ഞു. DMK സർക്കാരിന്റെ ഈ പ്രവൃത്തി കോയമ്പത്തൂരിൽ സമാധാനം തകർക്കുകയും വർഗീയ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും അണ്ണാമലൈ ചെന്നൈയിൽ പറഞ്ഞു. ഭാഷയെ രക്തസാക്ഷിയായി ചിത്രീകരിച്ചതിൽ പ്രതിഷേധിച്ച് BJPയുടെ കോയമ്പത്തൂർ ഘടകം ഡിസംബർ 20 കരിദിനം ആചരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ക്രിമിനൽ, തീവ്രവാദി, കൊലപാതകി എന്നിവരെ രക്തസാക്ഷിയായി വാഴ്ത്തുന്നത് സമൂഹത്തിൽ മോശം മാതൃക സൃഷ്ടിക്കുമെന്നും ശവസംസ്കാര ചടങ്ങ് അനുവദിക്കരുതെന്ന് BJPയുടെ തമിഴ് വൈസ് പ്രസിഡന്റ് നാരായൺ തിരുപ്പതി കഴിഞ്ഞ ദിവസം പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. കയ്യിൽ രക്തമുള്ള ഒരു കൊലപാതകയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അനുവദിക്കണം. ഒരു സംശയമില്ല. പക്ഷേ അത് സമാധാനപരമായാണ് ചെയ്യേണ്ടത്. അവർക്ക് അർഹതയില്ലാത്ത വലിയ ബഹുമതികളോടെ അല്ല എന്ന് തിരുപ്പതി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഭാഷ പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. 2003 ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം കോയമ്പത്തൂരിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം BJP പ്രചാരണ ആയുധമാക്കുന്നുണ്ട്. ഇതോടെ കോയമ്പത്തൂരിൽ വീണ്ടും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്.